ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കുന്നത്, എന്തൊക്കെ ഫുഡ്, വാട്ടർ ആൻഡ് ഈറ്റിംഗ് ഡേ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രാവിലെ തൊട്ടിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആൻഡ് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് എനിക്ക് കുറവാണ്, അപ്പോൾ ലൈക്ക് പ്ലീസ് ലൈക്ക് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീച്ച പാട് എന്നും മറക്കാണ്ട് ചെയ്യുന്ന ഒരു ശീലമാണ് 2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചിരിക്കും. അത് ഇക്ക പറഞ്ഞ ശീലമാണ്, ഇക്ക ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങനെ ശീലിച്ചു. വർഷങ്ങളായി ഇപ്പോൾ ഞാൻ എണീച്ചപാട് ആദ്യം കുടിക്കുന്നത് വെള്ളം. കുട്ടികൾക്കും അതേ ശീലമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത് കേട്ടോ. ആദ്യം എണീച്ച് പല്ലിച്ച് വന്നവർ അവരും വേഗം വെള്ളമൊന്ന് കുടിക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഫസ്റ്റ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കാപ്പി കുടിക്കും, ഇല്ലെങ്കിൽ ഒരു കട്ടൻ. ഇതിൻ്റെ ഒപ്പം വേറെ ഒന്നും ഞാൻ കഴിക്കില്ല, റസ്കോ അല്ലെങ്കിൽ വേറെ എന്ത് സ്നാക്സ് കാര്യങ്ങളൊന്നും കഴിക്കില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുക്കള കാര്യങ്ങൾ, രാവിലത്തെ നാഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നാഷ്ട കഴിക്കാറ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. സമയമായി, നിങ്ങൾക്ക് സമയമായി. സമയം 9 മണിയാകെ 5 മിനിറ്റ് ഇല്ല. ആ ബിസ്ക്കറ്റ് കൊടുത്തോ, സ്നാക്സ് ആയിട്ട് വെച്ചോ. എവിടെ നിന്റെ കിറ്റ്? എവിടെ കിറ്റിൽ വെക്കി. ശരി, കിറ്റിൽ വെക്കി. സമയായിട്ടാ. തത്തമ്മനൊന്നും ആരും വെച്ചിട്ടില്ല. പാച്ചു കാറ്റ സമയായിന്ന്. ആ കിറ്റിൽ വെക്കി. പൊയ്ക്കോ പൊയ്ക്കോ. ടാറ്റ. വലൈക്കും സലാം. വലൈക്കും സലാം. ആ ഓക്കെ, ടാറ്റാ. ഇത് ഒരു ഷർട്ട് തന്നെ ഉള്ളൂ എന്ന് അടുത്ത കമൻറ്റ് വരും. നമുക്ക് പാവങ്ങൾക്ക് ഈ ഷർട്ട് തന്നെ ഉള്ളൂ. പൈസൊക്കെ വരട്ടെ, ഷർട്ടൊക്കെ മാറ്റാം. അപ്പോ ഞാൻ നാഷ്ട കഴിക്കാൻ പോവാണ്. അതെ, ഇക്ക വന്ന് കഴിക്കാണ്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. ആപ്പും ചെറുപയർ കറിയും ചമ്മന്തി. ഒരു സ്പൂൺ ചമ്മന്തി ഇട്ടാക്കാം. അതിലില്ലേ ചമ്മന്തി? ചമ്മന്തി ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ചമ്മന്തി അതുകൊണ്ട് വേഗം കഴിയും. അപ്പൊ ഉണ്ട്, മതി മതി, എനിക്ക് മതി. അപ്പോ രാവിലത്തെ നാഷ്ട ഇതാണ് കേട്ടോ. അപ്പോ ചമ്മന്തിയും ചമ്മന്തി. ചായ വെച്ചില്ലല്ലോ. ചായ എത്ര കുടിച്ചെന്ന്? 2 ചായ രാവിലെ കുടിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ ചായ നിർബന്ധമില്ല അല്ലേ. കഴിഞ്ഞിട്ട് വരുമ്പോ ചായക്ക് ഇക്കാക്ക് നിർബന്ധമില്ല. ഒന്നും കുടിക്കാണ്ട് വന്ന അവിടെ ചായ വേണം. ചിലപ്പോൾ 2 or 3 ചായ കുടിച്ചിട്ട് വരും. അപ്പോൾ ചായ ആവശ്യമില്ല. രാത്രിയല്ലേ
രാത്രി കുടിച്ച ചായ? രാവിലെ കുടിച്ചു. അപ്പം നമ്മൾ നാഷ്ട കഴിക്കട്ടെ. ഇനി മരുന്നാണ് കഴിക്കാൻ പോണത്. നാഷ്ട കഴിച്ച പാടെ ആദ്യം, പിന്നെ മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചതിന് പിന്നെ കുറച്ച് നേരം ഞാൻ കിടക്കും. പിന്നെയാണ് ഉച്ചക്കത്തെ കാര്യം. കുറച്ച് നേരം കടന്ന ശേഷം എണിച്ചിട്ടാണ് ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എനിക്ക് രാവിലെ ഗുളിക കഴിക്കാണ്ട് ഗൈസ്. ഇക്ക തൈറോയ്ഡ് റിസൾട്ട് വാങ്ങാൻ പോയിക്കുകയാണ്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്, തൈറോയ്ഡ് റിസൾട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഇന്ന് പോയിക്കുന്നു വാങ്ങാൻ. രാവിലെ തന്നെ 3 ഗുളികയാണ് ഗൈസ് കഴിക്കാൻ. അപ്പം ഞാൻ ഓരോ ഗുളികയ്ക്കും 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കും. ഈ 3 ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡാവും ഗൈസ്. പിന്നെ കുറച്ച് നേരം കിടക്കും. ഉറങ്ങുന്നില്ല, വെറുതെ കുറച്ച് നേരം കിടക്കും. എന്നിട്ട് ഒരു കട്ടൻ ചായക്ക് വെച്ചിട്ട് പിന്നെ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യും. 11 മണിയായി. നേരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. 11 മണിയായപ്പോൾ ഒരു പഴവും ഒരു മുട്ടയും. കുറേ ദിവസം ഞാൻ ഫസ്റ്റ് കുറച്ച് ദിവസം ഒന്ന് ചെയ്തിരുന്നാണ്. പിന്നെ ഞാൻ മടിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 62 വെയിറ്റ്. ഇപ്രാവശ്യം വെയിറ്റ് 61 ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ കഴിക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സമയത്ത് കുട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല. ഫുഡ് 3 നേരം കഴിക്കുന്നത് തന്നെ കറക്റ്റാണ്. അതിൻ്റെ അപ്പുറം എനിക്ക് അധികം ഫുഡൊന്നും വേണ്ട. എനിക്ക് അത്ര അങ്ങോട്ട് കുറച്ച് ശേഷം കഴിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളൊന്നല്ല ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു മുട്ട. എനിക്ക് മുട്ട തീരെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. എങ്കിലും കഷ്ടപ്പെട്ട് കഴിക്കണം, വേറെ വഴിയില്ല. എങ്ങനെയും അടുത്ത മാസം പോപ്പിക്ക് ഇത്തിരി വെയിറ്റ് കൂട്ടണം. പിന്നെ BP ലേശം കുറവാണ്, ഷുഗർ നോർമലാണ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡും കുറവാണ്, നല്ല ബ്ലഡും കുറവാണ്. 8.7 ഉള്ളൂ. അപ്പോൾ അത് കുറവാണ് പറഞ്ഞു. അപ്പോൾ ഇനി ബീട്രൂട്ട് ക്യാരറ്റ് വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കണം. ഇപ്പിരി വെച്ചിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കൂടണം. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണത് കഴിക്കാൻ. എങ്കിലും കഴിക്കാം. നല്ല പച്ചക്കറികൾ കഴിക്കാനാണ് പറഞ്ഞത്. എന്താണ് എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? മരുന്ന് തന്നു, കഴിക്കാൻ പറഞ്ഞു. പ്രസവം കഴിയുന്നവരെ കഴിക്കാൻ പറഞ്ഞു. തൈറോയ്ഡാ? 2 മാസം മേടിച്ചിട്ടുണ്ട്. 12.5 തന്നെ അല്ലേ? ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഇതുണ്ടോ ഓക്കെ. ഇതിൻ്റെ തുണി ലൈനിങ്ങൊക്കെ നോക്കുക. ലൈനും തുണിയെല്ലാം ഉണ്ടാ. പിന്നെ പൈപ്പിൻ്റെ ചോദിച്ചപ്പോൾ ആ പ്ലംബർ ലിസ്റ്റ് തന്നോ ചോദിച്ചു. അവർ തന്നു. നമ്മൾ അതൊന്നും തന്നില്ല. ചിക്കൻ പപ്സ്
ചിക്കൻ റോള് ചിക്കൻ ബക്സ് ആണല്ലോ. അപ്പം അടുത്ത് നമ്മുടെ ഈറ്റിങ് ചിക്കൻ ബക്സ്. ഇത് കഴിച്ച് ഇനി ഉച്ചഭക്ഷണം കഴിക്കില്ല. ഇനി ഉച്ചഭക്ഷണം 4 മണി കഴിഞ്ഞിട്ടോ ആയിരിക്കാം. ഇക്ക ഉറങ്ങി, സമയം 1 മണി കഴിഞ്ഞു. ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണിപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണം. അപ്പോൾ നമ്മുടെ ബാട്ടേറ്റിൻ്റെ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ 1 മണിയായി കഴിക്കുമ്പോൾ ഇനി എന്തായാലും ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ വയറ് ഫുള്ളാണ്. ഇനിയിപ്പോൾ എപ്പോൾ കഴിക്കുന്നതെന്നറിയില്ല. അപ്പം നമ്മുടെ ലെങ്ത്തും കൂടിക്കൊണ്ടിരിക്കും വീഡിയോൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ചെയ്യാം. അത് മാത്രം ബാട്ടേറ്റിൻ്റെ മാത്രമായിട്ട് ചെയ്യാം. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ എൻ്റെ ഉമ്മ കാണുന്നുണ്ടെങ്കിൽ അടുത്ത ഫോൺ വിളി ഉമ്മ ചീത്ത പറയാനായിരിക്കും. ഈ സാധനം അധികം കഴിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത്തിരി കൂടുതൽ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലി നമ്മുടെ മെമ്പേഴ്സിനും ടാറ്റാ.